എൻ്റെ പൊന്നെ എപ്പോഴും നമ്മൾ ഫിനിമോൾക്കുള്ള ഒരേ ഒരു ചോദ്യം, എപ്പോഴാണ് ഉമ്മച്ചി എൻ്റെ ബർത്ത്ഡേ അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഉമ്മച്ചി ഇക്കാൻ്റെ ബർത്ത്ഡേ, എങ്ങനെയുള്ള ചോദ്യം എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നിൻ്റെ ബർത്ത്ഡേ ഇപ്പം അടുത്തല്ലേ കഴിഞ്ഞ് ഇനി വരുന്നത് ഇക്കാൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ പിന്നെ അവൾക്ക് പിന്നെ സമാധാനമായി. നമ്മൾ പിന്നെ വലിയ പരിപാടികളായിട്ടൊന്നും ബർത്ത്ഡേ പരിപാടിയൊന്നും കഴിക്കാറില്ല കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അവരുടെ സന്തോഷത്തിന് എന്തെങ്കിലും അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് കുട്ടികളല്ലേ, അവരുടെ സന്തോഷത്തിന് എന്തെങ്കിലും കൊടുക്കണം. നമ്മൾക്കും തന്നെ അതന്നെയല്ലേ സന്തോഷം. അവർ പിന്നെ എന്ത് കാര്യത്തിനും വാശി പിടിക്കുന്നില്ല കേട്ടോ. ഞാനെന്തോ പറയുന്നു അതവർ സ്വീകരിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ അല്ലേ. ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷിബിലിമോൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അവർ നല്ല ഉറക്കമായിരുന്നു. ഞാൻ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെ ഞാൻ ഫിനിമോളെ ആദ്യം തന്നെ ഒന്ന് വിളിച്ചു കൊണ്ടാണ് കേട്ടോ. അവളാണെന്നിട്ട് ഇപ്പോൾ നല്ല മഴയും അല്ലേ, അവൾ കിടന്നുറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലത്തെ വ്ളോഗാണ്. ഇന്നലെ പിന്നെ ശനിയാഴ്ച ആയിരുന്നില്ലേ, അപ്പോൾ മദ്രസ ഉണ്ടായിരുന്നല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂളും മദ്രസകളൊക്കെ ലീവാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഏതായാലും അവരെ മദ്രസയ്ക്ക് പോകാൻ വേണ്ടി വിളിച്ചു കൊണ്ടാണ് കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ് നമ്മളെ ഫിനിമോളാണ് ആദ്യം എണീറ്റ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇക്കാക്ക് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബ്രഷ് ഒന്നും ചെയ്യാതെ അവൾക്ക് ആ സ്പോട്ടിൽ തന്നെ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവനാണെന്നുണ്ടെങ്കിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലാങ്കറ്റൊക്കെ ഇങ്ങനെ പുതച്ചുകൊണ്ട് നല്ല ഇതായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാണ് കേട്ടോ. അത്ര വിളിച്ചോണ്ടിട്ട് അവനുണ്ട് എണീക്കണം എന്നാടാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നും അവൻക്കതിനൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അവനറിഞ്ഞിട്ടില്ല കേട്ടോ. ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചതൊന്നും ഞാൻ അവനറിയാതെ വാങ്ങിച്ചു വെച്ചതായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ കേട്ടോ ഒക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ബർത്ത്ഡേ ദിവസം കൊടുക്കാമെന്ന് വെച്ചു. നമ്മളിവിടെ ബർത്ത്ഡേ പരിപാടിയൊന്നും വലിയ രീതിയിലൊന്നും ആഘോഷിക്കാറില്ല കേട്ടോ. ചെറിയ രീതിയിൽ അവർക്ക് അത്യാവശ്യമുള്ളത് എന്താണോ അത് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉപകാരമുള്ളത് മാത്രമേ കൊടുക്കുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാഹ് അവന് വാങ്ങിച്ച് വെച്ചു കേട്ടോ. നല്ല ഉറക്കമാണ്. എന്നാലും പിന്നെ വാങ്ങി വെച്ചു മഴയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നൊന്നല്ലേയും മഴയ്ക്ക് യാതൊരു റെസ്റ്റും ഇല്ലല്ലോ അല്ലേ. സ്കൂളും മദ്രസയും ട്യൂഷൻ സെൻറ്ററുകളും എല്ലാം ലീവാണല്ലോ അല്ലേ. അങ്ങനത്തെ ഫിനിമോളും കൊടുത്തു കഴിഞ്ഞു. അവളുടെയും തന്നെ ഉറക്കിൻ്റെ ക്ഷീണമൊന്നും വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് അവൾ ബ്രഷ് ചെയ്യാണ്. അവളെ പിന്നെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റോളെന്ന് വെച്ചു. അപ്പോൾ ഫിനിമോൾ ബ്രഷ് ചെയ്യാൻ നിന്നപ്പോൾ ഞാനും ഒന്ന് ഇടക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. അവൾ തന്നെയാണ് എപ്പോഴും ബ്രഷ് ചെയ്യാറ്. ഇടക്കൊന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ച് നോക്കൂട്ടോ. ഞാനിങ്ങനെ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് കരുതി കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കണേ. പിന്നെ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ഞാനെവിടെ നിർത്തുന്നത് അവിടെ തന്നെയല്ലേ നിങ്ങളും നിൽക്കുള്ളൂ. എൻ്റെ കൂടെ ഇങ്ങനെ പോരിട്ടാ. എന്നാലട്ടെ ഞാൻ എന്തൊക്കെ ഈ വീഡിയോസിൽ പറയുന്നതും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റത്തെ ഷീറ്റിൽ നല്ലോണം വെള്ളം വീഴുന്നത് കൊണ്ട് സൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. പിന്നെ അത് ഫിനിമോളുടെ മാറ്റിലൊക്കെ കഴിഞ്ഞിട്ടാ. അങ്ങനത്തെ ഷിബിലിമോനെ വീണ്ടും വിളിച്ചെടുത്താൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അവളുടെ മാറ്റിൽ കഴിഞ്ഞിട്ട് നമ്മളെ ഷിബിലിമോനെ എണീറ്റിട്ടേ ഇല്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അത് അവർ രണ്ടുപേരും കൂടി മദ്രസയ്ക്ക് പോവാണ്. വെളിച്ചം വെക്കുന്നതേ ഉള്ളൂ. മഴയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ ചെയ്യുക, മദ്രസയ്ക്ക് പോകുന്ന ടൈമിൽ അവർക്ക് എത്തണ്ടേ. ചിലപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടും. അപ്പോൾ ഫിനിമോൾ എന്നും പോണ വണ്ടി പോയിരുന്നു. അപ്പോൾ പിന്നെ അവൾ ഈ ഷിബിലിമോൻ്റെ കൂടെ തന്നെയാണ് ഇന്ന് പോകുന്നത്. അങ്ങനെ എൻ്റെ പിന്നെ ഫസ്റ്റത്തെ ഘട്ടം അങ്ങോട്ടാണ് കഴിഞ്ഞു കേട്ടോ. അവർ രണ്ടുപേരും മദ്രസയ്ക്ക് പോയി. പിന്നെ അത് കുറച്ച് ദോശ ഉണ്ടാക്കി. പിന്നെ അത് പൊട്ടോറ്റോണ്ട് കറിയാട്ടോ വെച്ചിട്ടുള്ളത്. ഒരു ഇത്തിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 2 പച്ചമുളകും ഒരു ഇത്തിരി ചിക്കൻ മസാല, 2 ഏലക്കായും പട്ടിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു കറി അങ്ങോട്ടാണ്ട് വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടിച്ചു വാരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ മഴ നല്ലോണം പെയ്യുന്നു. മഴ പോയിട്ട് അടിച്ചു വാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നടക്കൂല കേട്ടോ. പിന്നെ ഷീറ്റ് ഇട്ടതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴും കേട്ടോ. അപ്പോൾ അത് കണ്ടീലകൾ നല്ല മഴയാണ് ഈ പെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് അടിച്ചേരി കഴിഞ്ഞതിന് ശേഷം അംഗൻവാടി ടീച്ചർ വന്നത് ഫോണിൽ ചാർജില്ല, ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കുമോ, ഇൻവേർട്ടർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പിന്നെ ഷിബിലിമോൻ അത് വാങ്ങിയിട്ട് ചാർജ് ചെയ്യാൻ വെച്ചു. അങ്ങനെ അടിച്ചു വാരൽ ഏകദേശം കഴിഞ്ഞ് തുടങ്ങി. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു കേട്ടോ. അടിച്ചു വാരുമ്പോൾ മുറം കൈ പിടിക്കണേന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്താണെന്നറിയുമോ, ചില സമയത്തൊക്കെ മുറം എടുക്കാം അങ്ങനെ മറന്നു പോകും കേട്ടോ. അപ്പോൾ ഞാൻ മുറ്റം മെറ്റിലിട്ടതല്ല. അപ്പോൾ ഏതായാലും ചളിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ആളുടെ കച്ചറ കൈ കൊണ്ടാണ്ട് എടുക്കലാണ് കേട്ടോ. ചില സമയത്ത് ഞാൻ മുറം കൈ പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള പരിഹാരം ആയില്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം കുറച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായത് അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള സീനാട്ടോ. കണ്ട് ഇക്കാക്ക് പുറത്ത് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇക്കാക്ക് കൊടുക്കാനുള്ള സമ്മാനം ഇക്ക
അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു. പിന്നെ അത് ഫിനിമോളാണ് അടുത്ത് കൊടുക്കുന്നത്. വലിയ വലിയ ഗിഫ്റ്റ് ഒന്നല്ല നമ്മൾ കൊടുക്കുന്നത്. നമ്മളെന്താന്ന് വെച്ചാൽ അവർക്ക് ഉപകാരമുള്ളത് അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹിക്ക കൊടുക്കാനുള്ള ഗിഫ്റ്റ് കൊടുത്തോണ്ട് ഹിക്ക പോയിട്ട് ഹിക്കാക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് യാതൊരു ഒഴിവുമില്ല കേട്ടോ. നബിദിനൊക്കെ ആയി തുടങ്ങിയില്ലേ. അപ്പോൾ പള്ളിക്കൊക്കെ ഉള്ളതും അതുപോലെ തന്നെ മദ്രസയ്ക്കുള്ള കുട്ടികൾക്കുള്ള ഗിഫ്റ്റും അതുപോലെ തന്നെ മറ്റുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഇക്കാന് യാതൊരു എന്തൊരാവശ്യത്തിനും കിട്ടൂല കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ പണിക്കും പോകട്ടെ. പണി ലീവുള്ള ദിവസമാണ് അവരങ്ങനെ ചെയ്യാറ്. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പണി കഴിഞ്ഞ് വന്നിട്ടോ. ഏതായാലും നല്ല കാര്യത്തിന് വേണ്ടി തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു. പിന്നെ അതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അവന് ഇതൊന്നും നമ്മൾ വാങ്ങിച്ച് വെച്ചൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ സീക്രട്ടായിട്ട് എടുത്തു വെച്ചതായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. എന്താ ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആണല്ലേ വരുന്നത്, എനിക്കൊന്നുമില്ല ഫിനിമോളെ ബർത്ത്ഡേക്ക് നിങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിക്കൊടുത്തത് അങ്ങനെ പറയുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞു അവനോട് അതൊക്കെ ആ ടൈമിലാവുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് അല്ലേ വേണ്ടത്, ആ ടൈമിലാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വരുന്നു ഇങ്ങനെ പറഞ്ഞതായിരുന്നു. അവനക്ക് ആവശ്യമുള്ളത് മാത്രമായിട്ടാ വാങ്ങിയിട്ടുള്ളൂ. ഒരു കൂട്ട് ഡ്രസ്സും അതുപോലെ തന്നെ പേന പെൻസില് പിന്നെ കാര്യമായിട്ട് 2 പേക്ക് മിഠായും പിന്നെ വെള്ളം കുപ്പി അങ്ങനെയുള്ളതൊക്കെ ഇട്ടാണ് കൊടുത്തത്. ഞാനിവിടെ ബർത്ത്ഡേ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ആർഭാടങ്ങളായിട്ടൊന്നും കഴിക്കാറില്ല കേട്ടോ. നമ്മൾ ഉള്ളത് കൊണ്ട് പോകണം പോലെ ഇങ്ങനെയൊക്കെ തട്ടി ഇങ്ങനെ ജീവിച്ച് പോയിട്ട് മതിട്ടോ. നമുക്ക് പിന്നെ എത്രയൊക്കെ ഉള്ളൂ. ഇത് പിന്നെ സ്കൂളിലേക്കുള്ള ബോക്സ് ആണ് കേട്ടോ. എപ്പോഴും പറയും ബോക്സ് വേണമെന്ന് പറഞ്ഞ് അവന് ഉപയോഗിക്കുന്ന ബോക്സ് ആകെ കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും വാങ്ങിച്ച് തരണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. അതേതായാലും അൽഹംദുലില്ലാ അവൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ആയിട്ട് അത് കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ലോണം സന്തോഷമായിട്ടുണ്ട്. ഫിനിമോളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയട്ടെ അത് പൊളിച്ച് കാണിച്ചാട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവനോട് പറയായിരുന്നു കേട്ടോ. അങ്ങനെ അത് അവൾക്ക് കാണിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ അവർക്ക് നല്ലോണം റാഹത്തായിട്ടുണ്ട്. പിന്നെ അത് മിഠായിയാണേ. മിഠായി വാങ്ങിയിട്ട് ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വെച്ചതായിട്ട് അവർ സ്കൂളില്ല ട്യൂഷനും ഇല്ല. അപ്പോൾ പിന്നെ അത് ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് 2 കുനാഫയുണ്ട് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് പിന്നെ അത്യാവശ്യം വില ആയിട്ടുണ്ട് കേട്ടോ. ഏതായാലും അവന് എപ്പോഴും പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് വാങ്ങിച്ചു കൊടുത്തു. കുട്ടികളല്ലേ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനത്തെ അൽഹംദുലില്ലാ ഇതൊക്കെ കണ്ടപ്പോഴും അവനക്ക് നല്ല റാഹത്തായിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ പറയായിരുന്നു കേട്ടോ. അവന് രാവിലെ വിളിച്ച് ഉണർത്തിയത് ഏതായാലും മുതലായി എന്ന് പറയുന്നുട്ടോ. പിന്നെ എഴുന്നേറ്റ് രാവിലെ ഇതൊന്നും പൊട്ടിക്കാനുള്ള ടൈമില്ലല്ലോ, മദ്രസയ്ക്ക് പോകണ്ട. അപ്പം പിന്നെ അവരങ്ങനെ പോയതായിരുന്നു. പിന്നെ ഒക്കെ ഒന്ന് ഫ്രീ ആയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഒക്കെ ഒന്ന് തുറന്ന് നോക്കുന്നത്. പിന്നെ അത് കുനാഫ പൊട്ടിക്കണം തിന്നണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അതൊന്ന് പൊളിച്ച് നോക്കുകയാണ്. 2 ആൾ ഓരോന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മധുരല്ലേ അത് ഭയങ്കര ഓവറായി നിൽക്കും. അപ്പോൾ പിന്നെ മയക്കം വരും. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് പൊട്ടിച്ചിട്ട് 2 ആളും കൂടി കഴിച്ചോളൂ എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അത് അങ്ങനെ നമ്മുടെ ഷിബിലിമോനെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ നിറവേറി. ഫിനിമോളാണെന്നുണ്ടെങ്കിൽ എനിക്കത് തരാത്തതെന്ന് വെച്ചാൽ അവൻ്റെ വായിൽ നോക്കിയിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവൾക്കും തന്നെ ഒരു പീസ് കൊടുത്തു. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കായിരുന്നു കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉമ്മച്ചി എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ വിളിക്കായിരുന്നു കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മറ്റേത് പിന്നെ ഇക്കാക്ക് എടുത്ത് വെക്കാമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് പിന്നെ ഇന്നടുത്ത സീനാണ് കേട്ടോ. മിഠായി വാങ്ങിച്ച് വെച്ചൊന്നല്ലാതെ അതൊന്നും ഓരി വെച്ച് കൊടുത്തൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളും മദ്രസ ഒന്നും ഇല്ലല്ലോ. സ്കൂളും മദ്രസ ഉണ്ടെങ്കിലല്ലോ അവൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഓരി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്ന് ഏതായാലും എടുത്തിട്ട് അടുത്തുള്ള വീട്ടുകൾക്കൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ സ്കൂൾക്കും മദ്രസവും വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അവന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ബർത്ത്ഡേ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കൊന്നും മുറിക്കാറില്ല കേട്ടോ. ആ വക പരിപാടിയൊന്നും നമുക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ആഘോഷിക്കാറുള്ളൂ. ചെറിയ രീതിക്കൊന്നും മധുരം കൊടുക്കുക, അതേപോലെ തന്നെ അവർക്ക് അത്യാവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കുക, അത്ര കേട്ടോ നമ്മുടെ ഉദ്ദേശം. അതിൻ്റെ ഇടയിൽ ഫിനിമോൾ പറയുന്നുണ്ട് അവൾക്ക് അവളുടെ ഫ്രണ്ട്സ് ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചർച്ചയായിട്ട് അവർ 2 പേരും കൂടി. ഇവിടെ പിന്നെ കുട്ടികളെ ഇങ്ങനെ കാണട്ടെ. അവൻ്റെ ഫ്രണ്ട്സുകളിനൊക്കെ ഇപ്പം മഴ ആയിട്ടാണ് കുട്ടികളെ ഒന്നും കാണാനിട്ട്. അപ്പോൾ അതാണ് കേട്ടോ ഏറെ മിഠായി ഒരു വെക്കാൻ നേരം വൈകിയത്. മറ്റേത് ആ സ്പോട്ടിൽ തന്നെ കൊടുക്കാറുള്ളതാണ്. ഇപ്രാവശ്യം പിന്നെ ഇങ്ങനെയാണ് വന്നത്. കുട്ടികളൊന്നും പുറത്തിറങ്ങണം മഴ ആയിട്ടും. പിന്നെ നമ്മുടെ റോട്ടുമേലാണെന്നുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ നിൽക്കില്ല. അപ്പോൾ പിന്നെ കുട്ടികൾ ആരും പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാൻ മതി വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.